ഒരു പവർ റൂം ടാസ്ക് നടക്കുന്ന അത്രയും സമയവും ഡ്രസ്സിംഗ് റൂമിലാണ് സിബിൻ ടൈം സ്പെൻഡ് ചെയ്തത്. ക്യാപ്റ്റൻ ശ്രീധുവും ഉണ്ടായിരുന്നു സിബിന്റെ കൂടെ. അത് ശ്രീധുവിന്റെ ഗെയിം ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നമുക്ക് ലാസ്റ്റ് അത് പറയാം. എങ്ങനെയെങ്കിലും സിബിനെ കൺവിൻസ് ചെയ്ത് അവിടെ ലിവിംഗ് റൂമിൽ കൊണ്ടുപോയി ഇരുത്താനായിട്ടാണ് ശ്രീധു അവിടെ ഇരുന്നത്. ആക്ടിവിറ്റിയുടെ ഏരിയയിൽ ഈ ഒരു ടാസ്ക് നടക്കുന്ന സമയത്ത് എല്ലാവരും ലിവിംഗ് റൂമിൽ ഇരിക്കണമായിരുന്നു. സിബിന് ലിവിംഗ് റൂം ട്രോമയാണെന്നാണ് പുള്ളി പറയുന്നത്. അവിടെ പോയി ഇരിക്കുന്നത് പുള്ളിയെ മെന്റലി ഒരുപാട് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് എന്നും പുള്ളി പറഞ്ഞു. അതുകൊണ്ടാണ് ലിവിംഗ് റൂമിൽ നിന്നും മാറി ഇരുന്നത്. പിന്നെ സിബിന്റെ ഈ ഒരു മെന്റലി ഡിസ്റ്റർബ്ഡ് അവസ്ഥ ഇത് ഈ ഷോ ഡയറക്ടറിന്റെ ഒരു ഗെയിം ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് ഒരുപാട് പേരും പറയുന്നതും കേട്ടു. ഇത് സാറ്റർഡേ എപ്പിസോഡിന് ശേഷം തന്നെ നമ്മൾ എടുത്തു പറഞ്ഞ ഒരു കാര്യമാണ്. നമ്മളാണ് ഒരുപക്ഷെ ഇത് ഏറ്റവും ആദ്യം എടുത്തു പറഞ്ഞത്. സിബിൻ ഇങ്ങനെ മാനസികമായി തളരും എന്നത് നമ്മൾ എക്സ്പെക്ട് ചെയ്തൊരു കാര്യം തന്നെയാണ്. ഈ ഒരു ഫേസ് ഓഫ് ടൈം സിബിൻ അതിജീവിച്ച് ഈ ഗെയിമിൽ മുന്നോട്ട് പോയാൽ മാരാർക്കും റോബിനും മണിക്കുട്ടനും ഒക്കെ ഉണ്ടായ പോലെ ഒരു അണ്ടർഡോഗ് നരേറ്റീവും ഒരു വലിയ ഫാൻ ബേസും സിബിന് ഫോമായി വരും. ഇപ്പോൾ ലൈവ് കാണുന്നവർക്കിടയിൽ പോലും സിബിൻ ഫുഡ് കഴിക്കാതെ മാറിയിരുന്നതൊക്കെ വല്ലാത്തൊരു സിമ്പതി വർക്കൗട്ട് ആവാൻ സഹായകരമാവുന്നുണ്ട്. സിമ്പതിക്ക് വേണ്ടി സിബിൻ കാണിക്കുന്നു എന്നല്ല ഞാൻ പറയുന്നത്. ഒറിജിനലായിട്ട് സിബിൻ മെന്റലി ഡിസ്റ്റർബ്ഡ് ആണെന്ന് തന്നെയാണ് തോന്നുന്നത്. ഇതൊരു ഗെയിം ഒന്നുമല്ല, സിബിന്റെ ഗെയിം അല്ല എന്ന് പറയുന്നതാവും കറക്റ്റ്. ഷോ ഡയറക്ടറുടെ ഗെയിമാണ് സിബിൻ ഒരു ബൂസ്റ്റേജ് ഉണ്ടാക്കി കൊടുക്കാൻ. പ്രേക്ഷകർ അതിൽ വീണു എന്ന് മാത്രം. ഏഷ്യനെറ്റിൽ ഒരു എപ്പിസോഡ് മാത്രം കാണുന്നവർക്ക് പോലും അയ്യോ എന്തിന് സിബിനെ ഒറ്റപ്പെടുത്തി എന്നൊരു തോട്ട് സ്വാഭാവികമായും വരണം. കാരണം സിബിന്റെ ഭാഗത്ത് തന്നെയാണ് ഇതിന്റെ അത് ന്യായമുള്ളത്. സിബിൻ ഇതൊരു ഗെയിമായിട്ട് കളിക്കുന്നതൊന്നുമല്ല. ഒറ്റയ്ക്ക് ഇരിക്കുന്നവരെ ക്യാമറ ഫോക്കസ് ചെയ്യും എന്ന് അറിയാവുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു ശ്രീധു നമ്മുടെ സിബിന് കമ്പനി കൊടുക്കുന്നുണ്ട്. അക്ക നമ്മളെ വിചാരിച്ച ആളല്ല കേട്ടോ, പെരിയ ആള് തന്നെ. ക്യാപ്റ്റനായിട്ട് ശ്രീധുവിന്റെ ഒരു കിഡിലൻ ഗെയിം നമുക്ക് ഈ ആഴ്ച ചിലപ്പോൾ കാണാൻ സാധിച്ചേക്കാം. അതൊരു തുടക്കം മാത്രമാണ്. സിബിനെണ്ണ എന്ന് വിളിച്ചുള്ള ശ്രീധുവിന്റെ ആ ഒരു ഇരിപ്പ്. എങ്ങനെയും സിബിനെ കൊണ്ട് ഇന്ന് ഫുഡ് കഴിപ്പിക്കുക എന്നുള്ളതാണ് ശ്രീധുവിന്റെ ലക്ഷ്യം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ശ്രീധുവിനും അതൊരു പോസിറ്റീവായിട്ട് വരും. അത് അക്കയുടെ ഗെയിമാണ്. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.